അസ്സലാമലൈക്കും പ്രിയപ്പെട്ടവരെ. ഏതായാലും നമ്മളെ ചങ്കളപ്പോൾ ഒരു ചെറിയൊരു യാത്രയിലാട്ടോ. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അടിപൊളി യാത്ര ഒന്നുമല്ല. നമ്മളൊരു ചങ്കിനെ നമ്മൾ യാത്രയാക്കാൻ പോവാണ്. ഈ കാണുന്ന ചങ്കല്ല, വേറെ ചങ്ക മുന്നിലുണ്ട്, ആയിരിക്കണം സാനമോൻ ഉണ്ടാവും. അപ്പോൾ ഓനെ നമ്മൾ അങ്ങോട്ട് കയറ്റി വിടാൻ പോവാണ്. എന്താ ഇപ്പം ചെയ്യുക? ഓനെ ഞങ്ങൾ പ്രവാസിയാക്കാൻ പോവാട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓനെ ഞങ്ങൾ കൊണ്ടുപോയി കയറ്റി വിടട്ടെ. 8:30 മണിക്കാണ് ഫ്ലൈറ്റ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു സീന് നമ്മൾ ക്യാമറയിൽ എടുത്തിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് തോന്നില്ല. അപ്പോൾ ആ കുട്ടികളുടെ ആ മുഖവും അവരുടെ ആ വിഷമവും സങ്കടമൊക്കെ നമുക്കറിയാം. അത് നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കിയാണ്. ഞങ്ങൾ വെറുതെ ചെറിയൊരു അപ്പോൾ ചങ്കുമായിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ പാണ്ടിക്കാട് കഴിഞ്ഞ് കുട്ടിപ്പാറയ്ക്കിലെത്തിയപ്പം അവിടെ നല്ലൊരു ടീ പോട്ട് ഉണ്ടായിരുന്നു. അവിടെ നിർത്തി ഞങ്ങൾ ചായ ഓർഡർ ചെയ്തു. നല്ല മസാല ചായ ഉണ്ടായിരുന്നു, നല്ല നാടൻ ചായ ഉണ്ടായിരുന്നു, അടിപൊളി ചായയും കടികളും. അതിൻ്റെ പേരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാ ഒക്കെ പറയാം. ക്യാരറ്റ് പോളൊക്കെ അടിപൊളി സാധനം കേട്ടോ. ഇതെന്താണ് മറ്റേ ബ്രെഡ് പിസ്സ. ഇത് നമ്മൾ കഴിച്ചാണ്. ഇത് മധുരം ഇറാനി പോളയും കുഴപ്പമില്ല, അടിപൊളി. ബീഫ് പത്തിരി നമ്മൾ കഴിച്ചിട്ടില്ല, കണ്ടിട്ട് സാറാണ്. ചിക്കൻ പൊട്ടിത്തെറി. അതെ, അയ്യോ ചിക്കൻ ലോലിപ്പോപ്പ്. ഓക്കെ, ഇതാണ്ടോ ചെക്കന്മാരെ സെറ്റപ്പ് റെഡിയാണ്. പാണ്ടിക്കാട് നിന്ന് മഞ്ചേരി പോകുമ്പോൾ കുട്ടിപ്പാറയ്ക്കലാണ് ടീ ടോപ്പ് ഉള്ളത് കേട്ടോ. അടിപൊളി കടികളും ചായകളും. അപ്പോൾ എല്ലാവരും കയറി കഴിക്കുക, പിള്ളേരെ സപ്പോർട്ട് ചെയ്യുക. അടിപൊളി സംഭവമാണ്, നല്ല സെറ്റപ്പാണ്. നമ്മളെ മുത്തോണിട്ട് ആൾ പോവാണിന്ന്. സബ്സ്ക്രൈബിനോട് എന്താ പറയുന്നത്? ഒന്നും പറയാനില്ല. ഇപ്പൊ ഞാൻ പോട്ടെ, പോയി വന്നിട്ട് എന്താ പറയാ. അപ്പൊ ഗേസ്, നമ്മളെ ചങ്കുമായിട്ട് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നിമിഷങ്ങൾക്കകം നമ്മൾ ചങ്കനെ ഇവിടെ ഇറക്കി വിടുന്നതായിരിക്കും. 4 പേരായിട്ടുണ്ടായിരുന്നത്. അതിൽ നൗഷാദുബായി വണ്ടിയൊക്കെ സൈഡാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, പാർക്കിങ്ങിലിടാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേറൊരു വീഡിയോസൊക്കെ എടുക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യുന്നൊക്കെ. അപ്പോൾ വണ്ടി സൈഡാക്കി അടുത്ത ആൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിത് എയർപോർട്ടിലാണ്. നമ്മൾ ചങ്കനെ കയറ്റിവിടാൻ വന്നിട്ടാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അപ്പോൾ മക്കളെ, ഈ വീഡിയോയിൽ കാണുന്ന ഈ രംഗം ഉണ്ടല്ലോ, അത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച രംഗം തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 4 മക്കളുള്ള ഒരാളാണോ. ഒരുപാട് കാലം പ്രവാസിയായിരുന്നു, 10 വർഷത്തിന് മുകളിൽ നേരത്തെ. പിന്നെ കുറച്ച് കാലം നാട്ടിൽ തന്നെയായിരുന്നു. ഇപ്പോൾ വീണ്ടും പ്രവാസ ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. വെറുതെ ഒരാളും പ്രവാസിയാവില്ല അല്ലേ. എന്തെങ്കിലും ലക്ഷ്യങ്ങളില്ലാതെ ആരും പ്രവാസ ലോകത്തേക്ക് സഞ്ചരിക്കില്ല. അപ്പോൾ നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തിയ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. അവൻ്റെ കാര്യം പറയുമ്പോൾ പാവം തോന്നും. കാരണം അവൻ്റെ മക്കൾ 4 പേരെന്ന് പറഞ്ഞാൽ ചങ്കായിരുന്നു അവൻ്റെ. അടിപൊളി ലൈഫ്, ജീവിതത്തിലൊക്കെ നിന്ന് ആളുകളാണ്. പക്ഷേ പെട്ടെന്ന് പ്രവാസിയാണ്ട് സാഹചര്യം വന്നപ്പോൾ അവൻ പോയി. മക്കളൊക്കെ വലുതാക്കി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് ഒക്കെ റാഹത്താക്കണ്ടേ. അതിൻ്റെ ഒരു ആവശ്യം മെയിനാണല്ലോ. പ്രവാസികളെ കുറിച്ച് നമ്മൾ അധികമൊന്നും പറഞ്ഞില്ല, എല്ലാവർക്കും ഒരേ അവസ്ഥ. അപ്പോൾ മക്കളെ, ഇത് ഇത്രയൊക്കെ കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ